ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈബിറ്റിനെ പറ്റിയാണ്. അതായത് ബൈബിറ്റ്, വിഗറ്റ് എന്ന് പറഞ്ഞുള്ളത് കുറച്ച് ആപ്സ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബൈബിറ്റോ അല്ലെങ്കിൽ വിഗറ്റിൽ പോയിട്ട് നമ്മുടെ ഫണ്ട് മൂവ് ചെയ്യാനോ കോയിൻസ് ആഡ് ചെയ്യാനോ നമുക്ക് വാലറ്റ് അഡ്രസ് ഒന്ന് കൊടുക്കാൻ പോലും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഇൻ്റർഫേസ് വന്ന ശേഷം ഇവിടെ ഈ സ്ക്രീനിൽ തന്നെ ഇവിടെ ആയിട്ടൊരു അപ്ഡേഷൻ വന്ന് നടക്കുന്നുണ്ട്. ആ അപ്ഡേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് പോകാനോ പറ്റത്തില്ല. പക്ഷേ എന്നാൽ നമ്മൾ ആ അപ്ഡേറ്റ് പിടിച്ച് നിൽക്കുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അവർ പറയുന്നത് ആപ്പ് ഈസ് നോട്ട് അവൈലബിൾ അല്ലെ അപ്ഡേറ്റ് നോട്ട് അവൈലബിൾ. നമുക്ക് ആ ഒരു ആപ്പ് അവിടെ കാണാൻ പോലും പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുമോ എന്ത് ചെയ്താലും നമുക്ക് അവിടെ ആ ആപ്പ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് കയറി ജോയിൻ ചെയ്തിരിക്കുക. കുറേ പുതിയ മൈനിങ് ബോർഡ്സ് വരാൻ നേരത്തെ അതിൻ്റെ അപ്ഡേഷൻ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം, ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ സ്റ്റോറിൽ പോയി നോക്കാം. ഇതിനകത്ത് ബൈബിറ്റ് അല്ലെങ്കിൽ വിഗറ്റ് അങ്ങനത്തെ ആപ്സൊക്കെ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണോ അല്ലയോ. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആപ്സാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് സെർച്ച് ബാറിൽ പോയിട്ട് ബൈബിറ്റ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന നേരത്ത് അങ്ങനെ ഒരു ആപ്പ് ഇല്ല എന്നാണ് ഇവർ കാണിക്കുന്നത്. അതായത് ട്രേഡിംഗ് ഓക്ടാന്നൊക്കെ പറഞ്ഞ് ബിനാൻസ്, OKX, കുക്കോയിൻ, പ്രോഫിറ്റ് ട്രേഡിൻ്റെ ആപ്പ്, ബൈനാൻസ്, പിന്നെ ട്രസ്റ്റ് വാലറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആപ്സ് അല്ലാണ്ട് ബൈബിറ്റ് നമുക്ക് കാണുന്നില്ല. ജസ്റ്റ് ഒന്നുകൂടെ ബൈക്ക് അടിച്ചിട്ട് നമുക്ക് ബൈബിറ്റ് മാറ്റി വിഗറ്റ് ആക്കാം. വിഗറ്റ് അടിക്കാം. ബിറ്റ്ഗറ്റിൻ്റെ വാൾട്ട് വരുന്നതല്ലാതെ ബിറ്റ്ഗറ്റ് ആപ്പ് വരുന്നില്ല. അപ്പോൾ ബിറ്റ്ഗറ്റും ഇവരിനത് റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, അതായത് ആൻഡ്രോയിഡ് ഫോൺസിൽ നമുക്ക് പ്ലേ സ്റ്റോർ അല്ലാണ്ട് വേറൊരു ആപ്പ് എന്തായാലും കാണും. അതായത് ഷവോമിയുടെ ഫോണായ റെഡ്മിയിലും പോക്കോയിലും ഗെറ്റ് ആപ്സ് എന്ന് പറഞ്ഞൊരു ആപ്പും, റിയൽമിയിൽ റിയൽമി ആപ്സും പറഞ്ഞ ആപ്പ്, അതുപോലെ വിവോയിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആപ്പ് കാണും. ഞാൻ ഷവോമിയുടെ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ആപ്സ് എന്ന് പറഞ്ഞ ആപ്പാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ബാറിൽ പോയ ശേഷം ബൈബിറ്റ് എന്നും പറഞ്ഞ് സെർച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് ബൈബിറ്റ് എന്നൊരു ആപ്പ് ഇവിടെ ഒന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ നേരത്തെ ഒരു അപ്ഡേഷൻ ഞാൻ ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ അപ്ഡേഷൻ കാണാത്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം നേരെ പോകുന്ന ബൈബിറ്റിലേക്കായിരിക്കും. മറ്റേ ഇഷ്യൂ ഇല്ല. അല്ല സാധാരണ ഇവിടെ ഹോം സ്ക്രീൻ ഈ ഇൻ്റർഫേസിൽ തന്നെ നമുക്കൊരു അപ്ഡേഷൻ വന്ന് നടക്കും. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഫണ്ട് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനോ സെല് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു ബൈബിറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇഷ്യൂ ബൈബിറ്റിലെ ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആപ്സിനും ഈ സെയിം പ്രോസസ്സ് ചെയ്താൽ മതി. നിങ്ങൾ നേരെ ഗെറ്റ് ആപ്സിൽ പോവുക. ഗെറ്റ് ആപ്സിൽ പോയ ശേഷം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ആ ആപ്പ് കിട്ടിയ ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി. അല്ലാതെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ക്രോമിൽ നിന്നാണ് നിങ്ങൾ ഈ ബൈബിറ്റിൻ്റെയൊക്കെ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി ഓരോന്ന് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വെച്ചാൽ, പക്ഷേ ആ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം 2 ആഴ്ച മുന്നത്തെ, 1 മാസം മുന്നത്തൊക്കെ അപ്ഡേഷൻ ആയിരിക്കും വന്ന് നടക്കുന്നത്. ആ അപ്ഡേഷൻ ഏത് ചെയ്യാൻ നേരത്ത് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്ഡേറ്റ് വെറുതെ ആയി പോകത്തുള്ളൂ. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലുള്ള ആ ഒരു ആപ്പ് എടുക്കുക. ആ ആപ്പ് ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ഒരു റിസ്ക്കും ഇല്ല, പേടിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ആക്കിയിട്ട് പറയുക, നമുക്ക് സോൾവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ അവർക്ക് ഷെയർ ചെയ്തിട്ട് അവരുടെ ടെൻഷനൊക്കെ മാറ്റി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ടെലിഗ്രാം ചാനൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള മൈനിങ് ബോർഡ്സിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാനത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ. അപ്പം മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.